വായനയുടെ വെളിച്ചം പകരാൻ പുസ്തകവണ്ടിയുമായി കുറുക്കോളി മൊയ്തീൻ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി 33 സ്ഥാപനങ്ങൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. തിരൂർ തുഞ്ചൻപറമ്പിൽ എഴുത്തുകാരൻ പി. സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളുകൾ, കോളേജുകൾ, ഗ്രന്ഥാലയങ്ങൾ തുടങ്ങി 33 സ്ഥാപനങ്ങൾക്കാണ് എം.എൽ.എ കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഞാൻ എൻ്റെ ആത്മസുഹൃത്താണ് കുറുക്കുളി. ഞങ്ങളൊരു 25-30 കൊല്ലക്കാലത്തെ ആത്മബന്ധമുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളെന്ന് പറയാം. നല്ല വായനക്കാരനാണ്, നല്ല ബോധ്യങ്ങളുള്ള ആളാണ്. കർഷകപ്രസ്ഥാനത്തിനകത്തും ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മനോഹരമായിട്ടൊരു ജേണൽ പുറത്തിറക്കിയിരുന്നു. ഞാനതിൽ ലേഖനം എഴുതിയില്ല. അങ്ങനെ എൻ്റെ ആത്മസുഹൃത്താണ്. എനിക്ക് തോന്നുന്നു വ്യക്തികൾ, പ്രത്യേകിച്ച് എം.എൽ.എമാരൊക്കെ തന്നെ നല്ല വായിക്കുന്ന സർഗബോധം കൊണ്ട് സമ്പന്നമായിട്ടുള്ള എം.എൽ.എമാരൊക്കെ തന്നെ ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ തന്നെ ധാരാളം ആസൂത്രണം ചെയ്യാറുണ്ട്. ധാരാളമായിട്ട് ചെയ്യാറ്. കുറുക്കുളി അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നമുക്ക് രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഈ സർഗാത്മകമായ മുന്നേറ്റങ്ങൾ കൂടി അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് യാതൊരു തർക്കവും വേണ്ട. എഴുത്തുകാരുണ്ടാവണം, കലാകാരന്മാരുണ്ടാവണം, കവികളുണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. ഇവിടെ വന്നതിലൊക്കെ പലരും പിന്നെ എഴുത്തുകാർ, എളി കുഞ്ഞിനപ്പോൾ പരിചയപ്പെട്ടു. അവൾ കവിത എഴുതും ഇംഗ്ലീഷിൽ, സൽമ അസലായിട്ട് എഴുതും, ഭിന്നശേഷിയാണെങ്കിൽ പോലും അവൾ നന്നായിട്ട് എഴുതും. അങ്ങനെ എഴുത്തുകാർ നമ്മൾ എന്തെന്നെ പറഞ്ഞാലും കാലാന്തരത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് എഴുത്തുകാരനാണ്, അല്ലേ? കലാകാരനാണ്, അവരെ കലാസൃഷ്ടികളാണ്. വർഷം എത്ര കഴിഞ്ഞിട്ടും നമ്മുടെ സുന്ദരികളും സുന്ദരന്മാരും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ 50 തവണ വായിച്ചു ഞാൻ. 50 തവണ ഞാൻ വായിച്ചിട്ടുണ്ട് ആ നോവൽ. മാർക്കസിൻ്റെ 100 Years of Solitude എത്രയാ തവണ വായിച്ചതെന്ന് അറിയില്ല. എനിക്ക് അത്ര പ്രിയമാണ്. തീർച്ചയായിട്ടും ആളുകൾ ഒരു പിൽഗ്രിം സൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിൽഗ്രിമായിട്ട് എനിക്ക് ഏറ്റവും വലിയ മോഹങ്ങളിലൊന്ന് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ജനിച്ച വീടൊക്കെ ഒന്ന് കാണണം, ആ കൊളംബിയ കാണണം, അദ്ദേഹത്തിൻ്റെ നോവലിലെ ദേശങ്ങൾ കാണണം എന്നൊക്കെയാണ്. ഞാൻ 83 അധ്യാപകനായിട്ട് ചേരുന്നത് M.T. വാസുദേവൻ നായരുടെ കൂടല്ലൂരിലാണ്. ആ കൂടല്ലൂരിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് അധ്യാപകനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആത്മബന്ധം എനിക്ക് എഴുത്തുണ്ട്. എന്നെ നിലനിർത്തുന്നതും എനിക്ക് ഒരു ഇടം തന്നതും എഴുത്തുകാരനായതുകൊണ്ടാണ്. വളരെ 1978 ഒരു ഗ്രാമീണ വായനശാലയുടെ കയ്യെഴുത്ത് മാസികയിൽ ചെറിയ കഥ എഴുതിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. വായന മരിക്കുന്നില്ലെന്നും വായന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണമെന്നും എം.എൽ.എ പറഞ്ഞു. തീർത്തും വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ ഈ പരിപാടി തുടക്കം കുറിക്കാമെന്നാണ്. അത് ഈ മണ്ണിൽ വെച്ച്, തുഞ്ചൻപറമ്പിൽ വെച്ച് ആരംഭിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വളരെ ഘോഷമായി, വളരെ പണച്ചെലവോടുകൂടി വളരെ വലിയ പരിപാടികളൊക്കെ നടത്തിയാണ് പലരും നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന തോന്നലിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ലളിതമായി തുടങ്ങാം എന്ന് തീരുമാനിച്ചത്. ഇതിലേക്ക് പാർട്ടി നേതാക്കന്മാരെ കൂടി വിളിച്ചിരുന്നു. അതിൽ ഒരാൾ വന്ന് ബാങ്കിലേക്ക് പോകാനുള്ളത് കൊണ്ട് സമ്മതം പോയി. ബാക്കിയുള്ളവർ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മൾ 6 കേന്ദ്രങ്ങളിൽ ഇവിടുന്ന് പുറപ്പെട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വെട്ടം, തിരൂരും ഉള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങൾ ഇവിടുന്ന് തന്നെ കൈമാറും. ബാക്കിയുള്ളത് ഓരോ പഞ്ചായത്തിലും പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാരും എച്ച്.എമ്മുമാരും PTA പ്രസിഡന്റുമാർ, ലൈബ്രറിയുടെ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പരിപാടികൾ അവിടെ വെച്ച് ആ പുസ്തകങ്ങളൊക്കെ അവർക്ക് കൈമാറും. ഈ രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. എത്തിച്ചേർന്നവരെ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിയമസഭാംഗം എന്ന നിലക്ക് നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. അത് നൽകി അവർ സ്കൂളിൽ, അതേപോലെ ലൈബ്രറി ഒക്കെ അധികൃതർ തന്നെ വന്ന് അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ സെലക്ട് ചെയ്ത് അത് കൈമാറി ഇങ്ങോട്ട് കിട്ടാനുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് M.L.A ഫണ്ടും ഇങ്ങനെ പതുക്കെ പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടൊക്കെ ഉണ്ടായ ഒരു കാലതാമസമാണ് ഇത് വൈകിയത് കൊടുക്കാൻ. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ച് വെച്ച സംഗതിയാണ്. അപ്പോൾ ഈ 33 സ്ഥാപനങ്ങൾക്കാണ്, സ്കൂളുകൾ ഉൾപ്പെടെ 33 സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, പുസ്തകങ്ങൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നു, അതിന് മുമ്പത്തെ വർഷവും കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു വർഷം കൂടി കൊടുക്കാൻ സാധിക്കും ജനുവരിയിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരുന്നാലും ഇവിടെ എത്തിച്ചേർന്നവരെ, അപ്പോൾ ഈ 33 സ്ഥാപനങ്ങൾക്കായി അവരാവശ്യപ്പെട്ടതനുസരിച്ച് അവർ സെലക്ട് ചെയ്ത പുസ്തകങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിവിടെ റെഡിയാക്കി എത്തിച്ചിട്ടുണ്ട്. അത് ഓരോ പ്രദേശത്ത് വെച്ച് കൈമാറും. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്
ഇവിടെ രാമൻകുട്ടി പറഞ്ഞത് തന്നെയാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. വായന മരിക്കുന്നു എന്ന് ഒരു സംസാരമുണ്ട്. മരിക്കൂല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ മനുഷ്യരുടെ കാലത്തോളം. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതൊക്കെ ചിലപ്പം കുറച്ചു കാലം കഴിഞ്ഞ് അതൊക്കെ ചൂടായികയില്ല. ഈ പെട്ടെന്ന് മുളച്ചു പൊന്തുന്നതൊക്കെയാണ് പെട്ടെന്ന് മരിക്കാൻ സാധ്യത. ഇപ്പോൾ നമുക്കറിയാലേ, തെങ്ങിന് ഒരു 100 കൊല്ലം വരെയൊക്കെ ആയുസുള്ള തെങ്ങുണ്ട്, പഴയ തെങ്ങ്. പുതിയ തെങ്ങ് 20 കൊല്ലമാകുമ്പോൾ തന്നെ നശിക്കുകയാണ്. 3 കൊല്ലം കൊണ്ട് കായ്കനികൾ തരുമെന്നാണ് പറയുന്നത്. പക്ഷെ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് 20-25 കൊല്ലം കഴിയുമ്പോഴേക്ക് 15 കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ തളർന്നു പോവുകയാണ്. എന്നാൽ പഴയ തെങ്ങ് ഒരു 8 കൊല്ലെങ്കിലാവണം അതിന് കായിക ഫലങ്ങൾ കിട്ടാൻ. പക്ഷെ 100 കൊല്ലം നിൽക്കുകയാണ്. എൻ്റെ ഇപ്പ 90-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ബാപ്പാന്റെ കാലത്ത് ഉണ്ടായിരുന്ന തെങ്ങ് എന്ന് പറയുന്നത് ഇപ്പോഴും തെങ്ങ് കായ് ഫലം തരുന്നത്, കുറെ ഉയരത്തിലാണെന്ന് മാത്രം. അപ്പൊ ചിലത് അങ്ങനെയാണ്. അപ്പൊ ഈ ഇടക്ക് പൊന്തി വരുന്നത് നമ്മളിങ്ങനെ തോന്നും, ഒരു കാഴ്ച അതിന്റെ ആ തിളക്കം കാണുമ്പോൾ ഇത് വലിയ ആകർഷണീയമാണെന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ പഴയത് നിൽക്കും. വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന് പോലും ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഖുർആൻ അങ്ങനെയാണ് ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ഈ വായിക്ക്. അപ്പൊ അത് തകരൂല. മനുഷ്യകുലുള്ള കാലത്തോളം വായന സമൂഹത്തിൽ ഉണ്ടാകും. അതിന് തളർച്ചയുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോലെ തളർച്ചയും ആരോഗ്യവും ഒക്കെ മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ അതിനെ നിലനിർത്തണം. നമ്മുടെ സംസ്കാരത്തിന് തന്നെ തകർച്ച പറ്റിയിരിക്കുകയാണ്. വായനയിലൊക്കെ കുറവ് വന്നപ്പോൾ ഈ സ്നേഹബന്ധങ്ങൾക്ക് ഒലച്ചിൽ പറ്റിയിരിക്കുകയാണ്. ഒരു വായനശാല, അതേപോലത്തെയുള്ള സ്ഥാപനങ്ങൾ ഒത്തുകൂടിയിരുന്ന, പണ്ട് വീട് ചേർക്കുന്ന സ്ഥലത്ത് വായിച്ചു കൊടുത്തിരുന്ന കഥകൾ എൻ്റെ പൂർവികരൊക്കെ, എൻ്റെ കൂട്ടത്തിൽ നാട്ടിലുള്ള കാരണന്മാരൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അന്നൊക്കെ ജനങ്ങളുമായുള്ളൊരു സ്നേഹബന്ധം ഇന്ന് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുമ്പിലേക്ക് നമ്മളിങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾക്കിടയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അമ്മയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിലൊക്കെ ഇലച്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിലനിർത്താൻ ഈ വിജ്ഞാനത്തെ തന്നെ കരഗതമാക്കേണ്ടതുണ്ട്, അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. അതിന് വായനയാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ഈ പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കുകയല്ല, അത് പുതിയ മാർഗങ്ങൾ, ഓരോ പ്രദേശത്തും പല പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ആളുകളെ കൊണ്ട് വായിപ്പിക്കാൻ, ചിലപ്പോൾ ഞാനൊരു വായന ഇതിൽ ചെന്നപ്പോൾ അവിടെ പുസ്തകങ്ങൾ കൊടുത്തിട്ട് അത് വായിച്ച് അതിൽ നിന്ന് ഒരു ടെസ്റ്റ് നടത്തി അവർക്ക് ഫ്രിഡ്ജും അതേപോലെയുള്ള വാഷിംഗ് മെഷീനും തുടങ്ങിയ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഞാൻ എടുത്ത് നമ്മുടെ ജില്ലയിലല്ല മറ്റൊരിടത്തോട് പോയപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചു. തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നാസർ, പി സുശീലൻ, എഴുത്തുകാരി സൽമ, കെ ഹസൻ മാസ്റ്റർ, പി വി സമദ്, അഡ്വക്കേറ്റ് കെ പത്മകുമാർ, മൊയ്തുഷാ മലാപ്പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു.